പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞങ്ങൾ അല്ലേട്ടൻ്റെ അവിടെ ഫുഡൊക്കെ വെച്ചിട്ട് കൂടാൻ തീരുമാനിച്ചു. ഇറച്ചിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പച്ചക്കറിയാണെങ്കിൽ അല്ല ചേട്ടൻ പച്ചക്കറി പറയും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞല്ലേ നമ്മൾ പോത്തും ചക്കയും വെച്ചിട്ടില്ല, ഭയങ്കര ടേസ്റ്റാണ്. പോത്തും ചക്കയും വെച്ചു, അപ്പന്നെ കഴിഞ്ഞു. തികഞ്ഞില്ല കൊതിയവ. എന്നിട്ട് പിന്നെ പോത്തും ചക്കക്കുരും വെച്ചതാണ് ഫ്ലോപ്പായി. അത് നമ്മളിവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. ചക്കകള് ഏത് ചക്കയാണെന്നുള്ള കൺഫ്യൂഷനിലാണ്. മൂത്തത് മുകളിലുണ്ട്, 12. നമുക്കൊരു മീഡിയം. ഞാൻ മുകളിലേക്ക് കയറാനൊന്നും പോകുന്നില്ല. മുകളിലേക്ക് കയറാൻ പോകുന്നില്ല ഇനി. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇതിന്റെ അനിയാണ് നല്ലിട്ടത്. അപ്പൊ ഇത് അത് വെറുതെ അതുമ്മ കയറി വേണമെങ്കിൽ ഇടാം. ഇത് പിടിച്ചേ ചേട്ടപ്പ കൊണ്ടുവച്ചതാണോ ലേഡർ? വേണമെങ്കിൽ ഇടാനായിട്ട്. ഇങ്ങോട്ട് വാ, കയറി വാ. ഞാൻ കയറി വന്നിട്ട് എന്തുകൊണ്ടാ എന്റെ മേലേക്ക് വീഴാൻ? ഇത് പിടിച്ചത് അവര്. ഇങ്ങോട്ട് വാ, ജഗു ഇവിടെ നിൽക്കുന്നു. അപ്പൊ നമ്മളത് ഈ ചക്കനെ ഇടാൻ പോകട്ടോ. എന്തൊരു തങ്ങിയില്ല അവിടെ. ഇതേ കാണാണ്ട് തരുതാ ചേട്ടാ. ലേഡറുമ്പോ സമാധാനായിട്ട് മുറിച്ച് അടിയിലേക്ക് ഇടാം. എന്നിട്ട് മേത്തിക്കാണ്ട് വീണു. അവിടെ മേത്തിക്ക് വീഴുന്നു വിചാരിച്ചിട്ടാണ് അവിടെ പോയിരുന്നത്. സാധാരണ ചക്ക ഒരു ദിവസം മറിക്കോ എന്ന് പറയാറുണ്ട്. അത് ചക്ക കയറിയിട്ട് തോട്ടിയോണ്ട് ഇടുമ്പോഴാണ്. കയ്യിൽ പിടിച്ചിട്ടല്ല ഇടുന്നത്. റിസ്ക് എടുക്കണ്ടല്ലോ. റിസ്ക്. അപ്പൊ നമുക്ക് ഞായറാഴ്ച അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കൂടാം. അപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് പോവാട്ടാ. നീ കുറച്ച് കഴിഞ്ഞിട്ട് പോവല്ലോ. ചക്ക ഇട്ട് വെച്ചതപ്പോ പശിക്ക പോട്ടെ. ജഗ്ഗുള്ള പഠിക്കാൻ പോയില്ലേ? ഇവിടെ ക്ലീനിങ്ങാ. അതെ, തല വരുന്നുണ്ടല്ലോ. മുളച്ചുടങ്ങി. ചേച്ചിയോ കുളിക്ക? അപ്പം ആദ്യത്തെ പരിപാടി എന്ന് പറയണത് നമ്മൾ പോത്തിറച്ചി വാങ്ങിച്ചിട്ട് അല്ലെ നുറുക്കിയൊക്കെ വെച്ചു കേട്ടാ. ഇനി അത് ശരിയാക്കണം. അപ്പോൾ അത് അടുപ്പത്താക്കിയതിന് ശേഷം നമുക്ക് ചക്ക വെട്ടി നന്നാക്കാം. ചക്ക വെട്ടി നന്നാക്കി വരുമ്പോഴേക്കും അത് വെന്തോളൂല്ലോ. അല്ലെങ്കിൽ കുക്കറിൽ ബീഫ് വേവിക്കണത് ഇഷ്ടമല്ല, അതിനെതിരാണ്. എന്താ അതിനെതിരാവാൻ കാരണം? അതിനെതിരൊന്നുമില്ല. നമുക്ക് വിറകുണ്ട്, കലങ്ങളുണ്ട്, അല്ലെങ്കിൽ സമയമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതിൽ നല്ലത് കേട്ടോ നോക്കണത്. അല്ല എന്തോരം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പുറത്ത് വിറകുമ്പ വെച്ച് ആക്കണേ. എളുപ്പപ്പണി നോക്കണ ഒരു കാര്യങ്ങളും അല്ല ഇഷ്ടമല്ല. കുറച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിൻ്റെ മുഴുവനായിട്ടുള്ള ഫലം അനുഭവിക്കണം എന്നുള്ളതാണ് അല്ലഞ്ചേട്ടൻ്റെ ആഗ്രഹം. അതെ, അതാണ് പോളിസി. അത് ഇനി ആരും പറഞ്ഞാലും മാറ്റൂല. അല്ല, നമുക്കതിനുള്ള സൗകര്യൻ്റെ സമയമുണ്ട്. അപ്പം പിന്നെ അപ്പോൾ സബോള നന്നാക്കിയിട്ട് അത് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നാക്കിയിട്ട് വരാം. ഇഞ്ചി എടുത്ത് പോരാ അമ്മലൂല്ലേ? അവിടെ 5 അടുത്തുണ്ട്. 2 കിലോ ബീഫിലേക്ക് ഒരു ചക്കയാണ് നമ്മൾ ഇടാൻ പോണം. എന്നാലേ തികയുള്ളൂ. അന്ന് ഒരു ചക്കയും കൂടി ഇടാം നമുക്ക്. അത് ഞങ്ങളുടെ അന്ന് കുമ്പളങ്ങ അലുവ കൊണ്ടായത്. കുമ്പളങ്ങ അലുവ വരെ ഇടയിലൊക്കെ തൊടു പോവില്ലേ മത്തങ്ങ അലുവ. സവോള കൂടുവോ? ഇല്ലല്ല, ചക്ക ഉണ്ടല്ലോ വരുമല്ലോ. അത് വേണ്ടി വരും. കഴിഞ്ഞ കൊല്ലം വെച്ചതിന്റെ ഓർമ്മയിലാണ് നമ്മൾ വന്ന്. ഇന്നും ഇക്കൊല്ലം ആ സ്വാദ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കണത്. സ്വാദ് എന്താ കിട്ടാണ്ടിരിക്കുക? സൗണ്ട് കിട്ടുമോ ചേട്ടൻ്റെ? സൗണ്ടല്ല, സ്വാദ് അല്ല, ചേട്ടൻ പറയണ ശബ്ദം കിട്ടുമോ ചോദിക്കും. സരിത പച്ചമുളക് അരിയണ, അല്ല സരിത സവോള അരിയണട്ടാ.
ഞാൻ പച്ചമുളകും വേപ്പിലയും പൊടിച്ചിട്ട് വരാം. ശരി ടാറ്റാ. ബിർള. അപ്പോൾ നാളെ തൊട്ട് തുടങ്ങല്ലോ. അല്ലജാൻ്റെ അവിടെ സാധനങ്ങൾ ശരിയാക്കണം കേട്ടോ. അപ്പോഴേ ഇവിടെ അല്ലാണ്ട് വീടുണ്ടല്ലോ, ഈ വീടിൻ്റെ മുന്നിൽ 2 മാവുണ്ട്. ഈ ഒരു മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാവുണ്ട് കേട്ടോ. അതിലത്തെ ഈ മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാങ്ങാണ്ട, ഇത് ഭയങ്കര തർക്ക വിഷയമായിട്ടുള്ള ഒരു മാവാണ്. അച്ഛൻ പറയണത് അച്ഛൻ ഒരു തവണ മാങ്ങ പൂളിയിട്ട് അതിൻ്റെ അണ്ടി ഇവിടെ ഇട്ടപ്പോൾ അത് മുളച്ച് വന്നാന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ അച്ഛൻ്റെ അളിയുണ്ട്, അതായത് അമ്മായിയുടെ ഭർത്താവ്, മാമൻ പറയണത് മാമൻ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഇതാണ് മാവും തെയ്യാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ആരോ ഒരാളും കൂടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ആരാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അതുമ്മ വാങ്ങിയില്ല വേണ്ട നോക്കിയേ. അയ്യോ പൊട്ടി കണ്ട, ഇതിലും വലിപ്പം വരും കേട്ടോ മാങ്ങ. ഇതിനെന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പുഴു വരുമ്പോൾ അതിന് മുന്നേ പൊട്ടിച്ച് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ, അറിയാലോ ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഒരു പാകത്തിനുള്ള ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ ഈ തുടച്ച് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നല്ല പഴുത്ത് ഭയങ്കര ടേസ്റ്റ് ഈ മാമ്പഴം അങ്ങനെ പഴുപ്പിച്ചാൽ തരാറുണ്ട്. അതാണ് ഈ മാവ് കേട്ടോ. പിന്നെയുള്ള മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് സരിതപ്പനെ കാണിച്ചു തന്നില്ലേ, ഈ മാവിൻ്റെ മാമ്പഴം നീണ്ടെടുക്കുന്നുണ്ട്. ഇതിൽ ചപ്പിക്കുടിയൻ പോലെ തന്നെ ഇതാണ് നോസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സാധനം. ഒരു സെക്കൻഡ് ഞാൻ കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി. മാമ്പഴത്തിൻ്റെ മണല്ലേ നമ്മൾ ചെറുപ്പകാലത്ത് കൊണ്ടുപോകും. എന്തൊരു രസമാണെന്നറിയോ. ഞാൻ അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലത്ത് വന്ന് കഴിഞ്ഞ് വീണെടുക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അടിപൊളിയാണ്. നാര് കൂടുതലുള്ള മാങ്ങയല്ലേ അത്, ഭയങ്കര നാരതിന്. ഇത് അത്ര സൂപ്പർ മാമ്പഴ കേട്ടാ. മാങ്ങയാണ് ഇത് വീണെടുക്കുന്നുണ്ടാവും. ഇത് പിന്നെ വേണ്ടതാണ്, ചെറുതാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷേ ഗംഭീര ടേസ്റ്റാണ്. ഇത് വാങ്ങി വെച്ചിട്ടുള്ള തയ്യ അത് വാങ്ങി എടുക്കണം. അതെ ഒരെണ്ണം കിടക്കണം, നിൽക്കേണ്ട ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പുറത്തുള്ളതാണ് അതെ അത് ഇങ്ങോട്ട് വാ അതേ കൊലയായിട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വാ. പിന്നെ 3ാമത്തെ മാവാണ്. ഇവിടെയാണ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാവരും കൂടി കൂടാറുള്ള ഒരു ഓർമ്മപ്പെടുത്തുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ടുള്ള അതൊക്കെ ഓർമ്മയായി. ഇപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോക്കിയാൽ ഇതിൻ്റെ മാങ്ങ കൊലയായിട്ട് നിങ്ങൾ നോക്കിയാൽ ഇത് 3ാമത്തെ കേട്ടോ. നോക്കിയത് ഇവിടേക്ക് നോക്കിയാൽ മുട്ടി നിൽക്കുക. നോക്കിയാൽ ഇവിടെ നിറച്ച് മാങ്ങിയ ഇവിടെ നോക്കിയേ സരിത ഇത് നോക്ക് കേട്ടാ. അങ്ങനെ 3 മാമ്പഴമുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞേ ഒരു കമൻറ്റ് കണ്ടാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മധുരം ചേർക്കരുത്. ഈ മാമ്പഴത്തിൻ്റെ സ്വാഭാവികമായ മധുരത്തിൽ തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കണം. അത് വല്ലാണ്ട് പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറയാം. ശർക്കരയോ പഞ്ചസാരയോ ചേർക്കരുത്. അപ്പം ഞാൻ നാളെ നാളെ കാലത്ത് ഇനി നേരത്തെ വന്നിട്ട് ഇവിടെ നേരത്തെ വന്നിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ പണിക്കാർ പിള്ളേരുണ്ട്, അവരൊക്കെ പണി സ്ഥലത്ത് പിള്ളേരുകളില്ലേ, അവരൊക്കെ വന്നിട്ട് ഇത് പറക്കി കൊണ്ടുപോകും. അപ്പോൾ കാലത്ത് അവർ വരുന്നതിന് മുമ്പ് പറക്കിയിട്ട് കൊണ്ടുവന്നെടുത്ത് വെച്ചിട്ട് നമുക്ക് നാളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കട്ടെ. ഇനി ബീഫിൻ്റെ അടുപ്പ് ഇത് അല്ലാതെ തീ കത്തിക്കാൻ പോകണം കേട്ടോ. ഉരുളിയടപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാൻ പോകണം. ചേച്ചി അവിടെ താലം പിടിച്ച് നിൽക്കുന്നുണ്ട്, അതിൽ സബോളയും കേട്ടാ. പിന്നെ സരിത അവിടെ എന്തൊരു അരിയുന്ന സരിത വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ അവിടെ അപ്പുറത്ത് 2 വലിയ കൊട്ടകളുണ്ട്, അത് കോഴികളുടെ തീറ്റയാണ്. അത് അനക്കാൻ പോലും പറ്റില്ല നമുക്ക്, അത്രയും കനാണ്. അതിൽ മുഴുവൻ തീറ്റയാണ്. അല്ലെങ്കിൽ അത് മാറ്റി വെച്ചാൽ കാണുമ്പോൾ ഒരു അഭംഗി ഉണ്ടാവും. പിന്നെ വലതുവശത്ത് വെണ്ണൂറ് കണ്ട, അല്ലാണ്ട് വലതുവശത്ത് വെണ്ണൂറ് ചാക്കിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നാടൻ, അതായത് പഴയ രീതിയിലുള്ള ഒരു അടുപ്പും അല്ലെങ്കിൽ പാചകം വയ്ക്കണം കേട്ടോ. അന്ന് കുമ്പളങ്ങ അലുവ ഉണ്ടാക്കാൻ വരുമ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുണ്ട് അറിയാം. അല്ല ഇന്ന് കണ്ടവര് നാളെ കാണണമെന്നില്ലല്ലോ. ചേട്ടൻ എന്തങ്ങനെ എന്തോ അർത്ഥം വെച്ച് പറയണ പോലെ. അതല്ലാന്ന് ആളുകള് ഈ ചാനലുകൾ മാറി മാറി പോവാലോന്ന്. ഇന്ന് കണ്ടവരെ നാളെ കാണില്ല എന്നൊക്കെ പറയണ്. ചാനലുകളെ മാറി മാറി പോവല്ലോ ആളുകള്. വെളിച്ചെണ്ണ ഒഴിക്കണോ?
പച്ചമുളക് അരിഞ്ഞ് വയ്ക്കാം. കനം കുറഞ്ഞ വേഗാവൂല്ലോ. സവാള ഇരുന്നു. ണല്ലോ ആ ഗ്യാപ്പില് ചക്കാന്നാക്കാൻ തന്നെ. ഹരിതര സാധനങ്ങളൊക്കെ നന്നാക്കി കഴിഞ്ഞു അല്ലേ? പച്ചമുളക് ഇടാല്ലേ ഇപ്പൊ? ഓക്കെ. ഇറച്ചിയിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ നമ്മള്. സവോളയ്ക്ക് സോറി കല്ലുപ്പടണ ഞാൻ പറഞ്ഞു കല്ലുപ്പ് ഇടാൻ പറഞ്ഞു. ചേച്ചി അല്ലാണ്ട് അതൊക്കെ കേൾക്കും. അല്ല അളവ് അറിയില്ലേ കല്ലുപ്പിന്റെ? അല്ല ഇപ്പൊ കുഴപ്പമില്ല. പോലത്തെ ഇടാണെങ്കിൽ അത് അലിയും. ഇതിലൊക്കെ അലിയും. നോക്കിയോളോ കല്ലുപ്പ് അങ്ങനെ എടുക്കുന്നത് കാണാം. ഒരു അങ്ങനെയും കിടക്കില്ല. സവാള കണ്ട നല്ല ഭംഗിയിൽ വാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടുകയാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. നല്ല പോലെ ആയിക്കോട്ടെ. വേപ്പില ഇടുന്നു കേട്ടോ. കറിവേപ്പില. വെളിച്ചെണ്ണ കുറവാണല്ലോ ചേട്ടാ. വേണേ ഇത്തിരി നേരം ഞാൻ ഇളക്കാം. ഒരു കസേര വേണമെങ്കിൽ കൊണ്ടുവന്ന് വെച്ചോ. കസേര ഇരുന്നിട്ടൊന്നു ഇളക്കാനായിട്ട് ഞാനെന്താ കിങ് കോങ്ങാ? കയ്യിന് നീ ഇളക്കണോണ്ടല്ലോ കുഴപ്പം. നിന്റെ ഡ്രസ് പാവാട പോലെ എങ്ങനെയാവുമ്പളേ അപ്പൊ എന്നെ വഴി ടൂർട്ടിയാ മതി ഇവിടെ. അങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് എടുത്തോണ്ടേ കിണറ്റിലേക്ക് ഇട്ടാ മതി. കിണർ തൊട്ടടുത്തുണ്ടല്ലോ. ഒരു വെള്ളം കുടിച്ച് ചാവാനുള്ള യോഗ ഉണ്ടായാൽ മതിയായിരുന്നു പറയുന്നത്. നല്ല ഭംഗിയാവുണ്ടല്ലോ സാധനം. വാടി വന്നുകൊണ്ടിരിക്കുക. പൊടികൾ ഇടാൻ പോവാട്ടാ. പെണ്ണുങ്ങൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കണം. അടുത്തിട്ടുണ്ടാ? അടുത്ത് കൊണ്ടുവരുന്നുണ്ട് മല്ലിപ്പൊടി. ചേച്ചി പറയാണേ ഇവിടുത്തെ മുളക് പൊടിയായിട്ട് ചേച്ചി പരിചയപ്പെട്ടിട്ടുള്ളതെന്ന്. ഇന്നലെ മുളക് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ അത്ര. അതുകൊണ്ട് അതിന്റെ സ്വഭാവം അറിയില്ലാന്ന്. മല്ലിപ്പൊടി ഇവിടത്തെ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ അധികമുള്ള മുളകൊക്കെ അതിൽ ചേർത്ത് ഉണക്കി പൊടിച്ചിട്ടുള്ള കാരണം കൊണ്ട് ചിലപ്പോ എരിവ് കൂടും. അതുകൊണ്ട് കളറ് ചിലപ്പോ കുറവാവും, പക്ഷെ എരിവുണ്ടാവും. ഈ മുളക് പൊടി ഇടാൻ പോണു കേട്ടാ. ഈ മുളക് പൊടിയാണ് ഇവിടുത്തെ പറമ്പിലുണ്ടായ മുളകൊക്കെ കൂട്ടി ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ചിലപ്പോൾ എരിവ് പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് അധികം ഇട്ടാ മതി. അല്ല കുറച്ചധികം അല്ല, സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ച് ഇട്ടാ മതി. 1 ടീസ്പൂൺ ധൈര്യം ഇട്ടോ ചേച്ചി. ചക്കയില്ലേ 3 പോരായി വരും. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാം. എരിവ് കൂടിയിട്ട് പിന്നെ ഇത് ഔട്ട. അത് ഞാൻ ഇറച്ചിയൊക്കെ കൊടുത്തു വിടണോട്ടാ. തക്കാളി ഇടണ്ടാ? ഇല്ലല്ലോ. ഇളക്ക് ശരിക്കും. വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട് ചേച്ചി. വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടാ. മതിയാ? ഇപ്പൊ കരിയത് ചേച്ചിയെ തീ കൊണ്ടല്ലോ. ഇറച്ചി കൊണ്ടുപോവാ. ഇറച്ചി ഇടാറായിട്ടാ. ഇറച്ചി ഇതാണ്. തീയേ നല്ലോണം കത്തണേ പെട്ടെന്ന്. ഇറച്ചി നന്നായി കഴുകി വെളുപ്പിച്ചു കൊണ്ടുണ്ടല്ലോ. 2 കിലോ ഇറച്ചീന് കേട്ടാ. അല്ല ഞാൻ പറയണത് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല ഇറച്ചി
അയ്യോ അതിൽ കൊള്ളൂട്ടാ ചക്കി മുടി കൊള്ളു കറക്റ്റ്. ഇല്ലില്ല കൊള്ളില്ല. കുഴപ്പമില്ല, വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. ഉപ്പിടണ്ട നീ? ഉപ്പിടണം. ഈ ഭാഗത്ത് മസാല കൊടുക്കും. വെള്ളം ഒഴിക്കാറായില്ലേ? വെള്ളം ഒഴിക്കാൻ ഉപ്പിടാനല്ലേ പറയും. ഇത് മെല്ലെ അടുപ്പിൽ കിടന്നിട്ടാണ് വേവ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടാ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, പിന്നെ ഉപ്പും കൂടി ഇടണം. ഇത് വേവണ്ടേ? ഒരു മണിക്കൂർ നേരം, 1.25 മണിക്കൂർ നേരം വേണം നമുക്കിത് വേവാനായിട്ടേ. മൂടിയിട്ട് വേവിക്കണം. അപ്പം അത് കാരണം കൊണ്ടാണ് ഈ ഉരുളി ആദ്യം വിചാരിച്ചത് ഈ വലുത് ചക്കയും കൂടി ഇടണ്ടല്ലേ. ഞാൻ ഒരു ചക്ക മൊത്തമാകുമ്പോൾ ഇതിൽ കൊള്ളില്ല, ഇളക്കാനൊന്നും പറ്റില്ല. അപ്പം ഇതിൽ പക്ഷെ ഇത് മൂടി ഇടാനുള്ള മൂടി ഇത്രയും പോകുന്ന മൂടിയില്ല. അപ്പം ഇറച്ചിയാണെങ്കിൽ മൂടിയിട്ട് വേവണം. അപ്പം ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം. നോക്കിയിട്ട് ഇതിൽ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ മാറ്റാം. കല്ലുപ്പിടണം ഇടണം കേട്ടോ. കല്ലുപ്പിടണം, ഇളക്കണമെന്ന് വെറുതെ. നീ മൂടി വെച്ചോ. മൂടി വയ്ക്കണം കേട്ടോ. ഇനി ഇതിൽ കിടന്ന ആവട്ടെ. ഞങ്ങൾ ചക്ക നന്നാക്കാൻ പോവാണ്. ചക്ക വെട്ടാൻ പോവാട്ടാ. മൂത്തതായാ മതിയായിരുന്നു. മൂത്താലും മൂത്തില്ലെങ്കിൽ അത് തന്നെയുള്ളോ, വേറെ ഒന്നുമില്ല. ഞാൻ വെട്ടണാ? ഓ അല്ലേ. പാകം 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 അടിപൊളി. മഞ്ഞ കളറ്. ഇത് മതി, ഇത് മതി. വെളുത്തുള്ളി പിന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടാ? എൻ്റെ കണക്കൂട്ടൽ പിഴച്ചില്ല. ആ പാടിയിൽ നിൽക്കണതിൻ്റെ ഒപ്പം നിൽക്കണമൊക്കെ മൂത്തുണ്ടാവട്ടാ. അപ്പം അല്ല ഇരട്ട് കൊണ്ടുവന്നോട്ടെ ചക്ക. അത്യാവശ്യം കുറഞ്ഞില്ലേ? അത്യാവശ്യം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇറച്ചി ഇതേ ഒന്ന് തുറന്ന് അതേ തളവന്നു കേട്ടാ. തളവന്നപ്പോൾ അതിൻ്റെ ഭംഗി വന്നു. മറ്റൊരു വെള്ള അമ്പിച്ച ഒരു കളറല്ലായിരുന്നേ? അല്ല, നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നല്ലോ. മൂടി വെച്ചോ. മൂടി. അങ്ങനെ ചക്ക വെട്ടി ഒതുക്കാൻ പോകണം കേട്ടാ. ചേട്ടാ ബൈക്കല്ലേ ഞാൻ കൊടുത്തു, നല്ലത്. എന്താ വർക്കിംഗ് ഡ്രസ് കിട്ടുമല്ലോ ചേട്ടൻ? അല്ല അത് വെക്കി, അപ്പൊ ഞങ്ങള് പറിച്ചിടാം. അല്ല ചേട്ടാ എല്ലാതും വെട്ടി മൂക്ക് ചെത്ത് അതിലിട്ടോ. ചേച്ചി ഒരു ഡവറും കൂടി വേണ്ടി വരും. 1-2 ഡവറൊക്കെ എടുത്തോ. സമയമുണ്ട്. പിന്നെ ഇറച്ചി ഏകദേശം 3/4 വേവാകുമ്പോൾ നമുക്ക് ചക്കനെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രാവശ്യം കളച്ച് കഴിഞ്ഞാലേ ഇവരുടെ ഇതിൽ എനിക്ക് പങ്കാളിയാവാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോ എടുക്കണ്. ചേട്ടൻ ആ ട്രൈപോഡ് ഇവിടെ വെച്ചിരുന്ന ചേട്ടന് ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു. കാലുകൊണ്ട് നിന്നിട്ടില്ല. ഞാനൊരു പാത്രം കൊണ്ടുണ്ട്. ഇതന്നെ പകർത്തി. അല്ല ഈ ജഗ്ഗുവിന് വേണമല്ലോ. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് വേണത്തിൽ കുറച്ച് ചക്ക നന്നാക്കല് എപ്പോഴും ഇങ്ങനെ നന്നാക്കാതിരിക്കുമ്പോൾ പഴയ കാലഘട്ടം ഓർമ്മ വരുമല്ലോ. എങ്ങനെയൊക്കെ നന്നാക്കുമ്പോൾ നമുക്ക് ആൾക്കാർ വേണ്ടത് നന്നാക്കാനായിട്ട്. കൂർക്ക നന്നാക്കുമ്പോഴും ചക്ക നന്നാക്കുമ്പോഴൊക്കെ കൂടുതൽ പേരുണ്ടെങ്കിൽ രസാ. ഒറ്റയ്ക്കാണെങ്കിൽ ഏറ്റവും ഭ്രാന്ത് പിടിച്ച പണിയും അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കിയാലും ചിലവായി പോവില്ലോ. ചക്ക കൂട്ടാൻ പ്രത്യേകിച്ച് നമ്മുടെ ചക്ക. ചക്കയും കട്ടൻ കാപ്പിയും മഴ അതും കൂടി വേണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കൊല്ലായി? 30ാമത്തെ കൊല്ലാണ് വരണേ. വെഡിങ് ആനിവേഴ്സറി അല്ല ചേട്ടൻ്റെ ചേച്ചിയുടെ. അല്ല ചേട്ടൻ ചേച്ചീനെ കല്യാണം കഴിക്കുമ്പോൾ അല്ല ചേട്ടന് 31 വയസ്സ്. ചേച്ചിക്കാണെങ്കിൽ 18 ആയിട്ടില്ല അല്ലേ. 18 വയസ്സിൻ്റെ പടിവാതുക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ 18 ആയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പം കേസ് എടുത്താൽ സമ്മതിക്കോ പിള്ളേര് 18 വയസ്സിൽ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിയുമ്പോൾ 18 വയസ്സായിട്ടുണ്ടായിരുന്നില്ലേ? ആ, കല്യാണം ഉറപ്പിക്കുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല, കല്യാണം കഴിയുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ എത്രയായിരുന്നു കഴിഞ്ഞ ആഴ്ച? 23. ഇനി 25-ലാണ് ആഘോഷം. ആഘോഷങ്ങളൊന്നും ഇല്ല, ഒരു കുഞ്ഞൊരു കേക്ക് മുറിച്ചു അത്ര തന്നെ. നമ്മളൊരു പ്രാവശ്യം കേക്ക് വാങ്ങിച്ചില്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹ വാർഷികത്തിന് വല്ല സാധനങ്ങൾ എടുത്തു കൊടുക്കുക എന്നല്ല, നമ്മുടെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് ഓർക്കണില്ല. എല്ലാവരും വിവാഹ വാർഷികത്തിനല്ല എടുത്തു കൊടുക്കുക. സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പിറന്നാള് അല്ലെങ്കിൽ വിവാഹ വാർഷികമൊക്കെ വരണമെന്നുണ്ടോ അല്ലേ? ആൾക്കാർ കൂടുതൽ അറിയാനും ഇതിനും എല്ലാത്തിനും അതല്ലേ കളിയിലല്ലേ, അത് നോക്കാറില്ല. കയ്യിൽ കാശുണ്ടോ എടുക്കുക. പക്ഷെ എല്ലാ വിവാഹ വാർഷികത്തിനും നല്ല കനമുള്ള സമ്മാനങ്ങളാണ് അല്ലേ ചേട്ടാ ഓരോ വിവാഹ വാർഷികത്തിനും ചേച്ചി വാങ്ങിച്ചു കൊടുക്കാറ്. കാശുള്ള 5 പവനിൽ കുറയാറില്ല. അതിന് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2000 കഴിഞ്ഞ് 2012 വരെ പണി ഉണ്ടായിരുന്നില്ല. അപ്പം ഒന്നും എടുത്തിട്ടൊന്നുമില്ല. 2012 കഴിഞ്ഞപ്പോൾ പിന്നെയും എടുത്തു തുടങ്ങിയിട്ടോ. ഒക്ടോബർ 27. ഇപ്പോഴത്തെ കാലത്താണ് ഇങ്ങനെയല്ല ചേട്ടാ ഡാൻസ് കളിക്കണം ചെക്കനും പെണ്ണും. നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായത് ഭാഗ്യം. ആലോചിച്ച് വെക്കാൻ നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിൽ പെടും. അല്ലാണ്ട് ഈ പ്രായത്തിലുള്ള ആളുകളായിട്ട് ഇപ്പൊ കല്യാണം കഴിക്കല്ലേ ചെയ്യാ. എന്നാലും അല്ല ചേട്ടനും ചേച്ചിയൊക്കെ ഡാൻസ് കളിക്കണം ഞാനൊന്ന് സങ്കല്പിച്ചതാ. അവര് മാത്രല്ല ഓരോ റീൽസ് കാണാം ഓരോ ആമ്പിള്ളേരുടെ എന്താണ് ചേട്ടാ കല്യാണം കഴിക്കാത്തതെന്ന് കമന്റ്. അപ്പം അതിന് മറുപടി പറയാം എനിക്കറിയില്ല ഡാൻസ് കളിക്കാനായിട്ട്. നമ്മളെല്ലാം പുറമ്പേക്കും വാങ്ങിക്കുന്ന കാരണം ഈ സാധനേ നമ്മൾ ഇറച്ചി വെച്ചിട്ട് ഇപ്പോൾ ഒരു 40 മിനിറ്റിൻ്റെ അടുത്താ പറയട്ടെ. ചക്ക നന്നാക്കല് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടുന്നു. ആ ഒന്ന് ചാരത്തിരി കുറഞ്ഞിട്ടില്ലേ? കുറച്ചേരം കൂടി മൂടി വെച്ചോ. ഇറച്ചി പരിശോധന വിഭാഗം എത്തിയില്ല. അതായത് ഉപ്പ് നോക്കണം, എരിവ് നോക്കണം, പിന്നെ അത് വേവ് നോക്കണം. എന്നിട്ട് വേണം ചക്ക ഇടാനായിട്ട്. തുറന്നു വെള്ളമൊക്കെ ഒരുവിധം വറ്റി തുടങ്ങി. വേവ് ഒരു 3/4 ഇപ്പോൾ ഒരു കൊള്ളും വരും ഒരു 45 മിനിറ്റ് ആയില്ല. ഉപ്പില്ല, ഉപ്പ് ഇങ്ങനെയിടേണ്ട വരും. എരിവുണ്ട്, നല്ല എരിവുണ്ടാ? നല്ല എരിവ് വേണം കേട്ടോ, നല്ല എരിവ് വേണം. എരിവുണ്ട്. ആ ചക്ക ഇട്ട് കഴിഞ്ഞാൽ എരിവ് പാകവും. ചിലപ്പോൾ കുറച്ചുകൂടി ഇടേണ്ടി വരും. എന്തോന്ന് നോക്കി നോക്കിയേ, കൂടുതലായിരുന്നു. എന്നിട്ട് സാധനം കഴിഞ്ഞു. പാകത്തിന് എരിവായിരുന്നെങ്കിലോ? ഇറച്ചി എന്തോ ഇത് കറക്റ്റാന്ന് ചോദിച്ചേ. ഈ ചക്ക ഇട്ട് കഴിഞ്ഞാൽ എരിവ് കുറയും, പിന്നെ ഇടേണ്ടി വരും. ചക്കയിലേക്ക് അല്ല ഇറച്ചിയിലേക്ക് ചക്ക ഇടാൻ പോകണം കേട്ടാ. ഞാൻ വാരി ഇടട്ടെ. ചെരിഞ്ഞോ? നോക്കട്ടെ. ഇളക്കാനൊക്കെ പറ്റും. പറ്റില്ലെങ്കിൽ നമ്മൾ മാറ്റും. അടുത്ത തന്നെ ഉരുളി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തൊരു ഭയങ്കര ചക്കല്ലേ, കണ്ണ് പറ്റും. ചേട്ടനൊന്നും മിണ്ടാണ്ടെന്ന്, ചേട്ടന്റെ കണ്ണിന് പറ്റാ. കയ്യിലിവിടെ ഉണ്ട്. ആ കൊള്ളും. അമരട്ടെ വെള്ളണ്ട. അമരും ആയിരിക്കും അല്ലേ? പതുക്കളക്കിയാൽ മതി. മൂടി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉപ്പിടണം.
അതന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതാ വരും. അതന്നെ ഉപ്പിട്ട് വെച്ചേ. ഉപ്പിടുന്നു കേട്ടോ. ചക്കയിലേക്ക് വേണ്ടേ? കുറച്ചും കൂടി ഉപ്പിട്ടോ, പേടിക്കണ്ടേ. ഒരാൾ ഉപ്പിടുമ്പോൾ ഒരാൾ മസാല ഇടുന്നു കുറച്ച്. ഇനി മസാല കുറച്ചിടുന്നു കേട്ടോ. മസാല ഇടണം നമ്മൾ. ഗരം മസാലപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ല. ഇനി ഇളക്കിയിട്ട് മൂടി വെച്ചാൽ മതി. അപ്പം ആ വരും. നല്ല കൂട്ടായിട്ടാ. ഇത് ചക്കര കളറാണ് എന്നെ ഹടാതെ ആകർഷിക്കുന്നത്. നമ്മുടെ ചക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴഞ്ഞു പോണ ടൈപ്പല്ല കേട്ടാ. നമ്മുടെ പ്ലാവിനെ പറഞ്ഞ് കണ്ണിടാവോ. ചക്കകൾ ഇങ്ങനെ വാടി വാടി വീണോണ്ടിരിക്കുന്നുണ്ട്. അത്രയധികം ചക്ക ഉണ്ടായിക്കണം. അത്രയധികം ചക്ക എന്ന് പറഞ്ഞ് ദിവസം 5 ചക്ക വെച്ചിട്ടാ വാടി വീഴണ. ഇപ്പോൾ ആ പ്ലാവിൻ്റെ കടയ്ക്ക് നിറച്ച് ചക്കയിൽ എടുക്കണം. കുറച്ചു നേരം മൂടിയിട്ട് തരുത്. കുറച്ചു നേരം മൂടിയിട്ട് അപ്പം നാം വരും. ആ സീറ്റിങ് ആയി കഴിഞ്ഞാൽ പറ്റുമെന്ന് അറിയാനാ. മൂടിക്കോ. മറ്റോണം മറ്റോണാണെങ്കിൽ മൂട് ഭാഗം ഒന്ന് കഴുകേണ്ടി വരും. ആ എന്നാ ശരി. മറ്റോണം മൂടി വെച്ചോ. മറ്റോണം സാധാരണ പോലെ മൂടി വെച്ചോ. തുറന്നിളക്കണം കേട്ടോ. വെള്ളമുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ആ ശരിയാ, വെള്ളം ഇഷ്ടം പോലെയാ. അതന്നെ. ചക്ക വേവട്ടെ. ചക്ക വെന്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്നു വയ്ക്കാൻ വേണമെങ്കിൽ. ഇതാ നല്ലത്. ഉപ്പ് നോക്കിയോ. ഇനി ഉപ്പ് എരിവ് നോക്കാം. ഉപ്പുണ്ട്. എരിവ് ചക്കച്ചോള എടുത്തിട്ട് അവിടെ ചക്കച്ചോളയിലേക്ക് ഇനി പിടിക്കാറായ. അല്ല ഉപ്പ് നോക്കാം നമുക്ക്. ഇല്ല ആയിട്ടില്ല. നല്ല വെറുതെ കുറച്ച് ചാറിലുണ്ട് ഉപ്പ്. കുറച്ച് കഴിഞ്ഞിട്ട് മതി. മൂടി വയ്ക്കും. കുഴമ്പ്. ഇപ്പം നമ്മുടെ പാചകം തുടങ്ങിയിട്ട് 1 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടാ. അതെ. അപ്പം ഞങ്ങളുടെ ക്ഷമ എത്രത്തോളം, ഞങ്ങളുടെ അല്ല ചേട്ടൻ്റെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? കടാ നല്ല സെറ്റായി. ഉപ്പൊക്കെ ഞങ്ങൾ നേരത്തെ നോക്കി. അതെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കാറുണ്ട്. കുറച്ച് വേപ്പിലിടുന്നു. അവസാനം അമ്പിസാമി ഇടുന്നില്ലേ, അതേപോലെ ഈ ചേച്ചിയുടെ വക ഇത്തിരി ഒരു സ്വല്പം മസാലപ്പൊടി ഇടുന്നു കേട്ടാ. ഈ സരിതൊന്ന് ഇളക്കണം. ഇനി സരിതിന്ന് ഇളക്കി മറിക്കുന്നു. അതാ വിഭവസമൃദ്ധമായ നമ്മുടെ ബീഫും ചക്കയും. അല്ല വിഭവസമൃദ്ധമായി നല്ല പറഞ്ഞ അടിപൊളി കൂട്ടാനതിൻ്റെ. അടിപൊളി സാധനം അതിൻ്റെ. $11.50. ചെറുേട്ടൻ മുന്നേ ഹാജരായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വന്നപ്പോൾ നമ്മൾ ആക്കണുള്ളൂ കണ്ടപ്പോൾ ആള് പോയി. ഉരുളി ആ അടുക്കളയിലേക്ക് കൊണ്ടുപോ. അയ്യോ എൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോവാട്ടാ. ഇനി എല്ലാം മുറിച്ചിട്ട് ഞങ്ങൾ ചോറുന്നു. അമ്മ അങ്ങനെ ഞങ്ങൾ ഇറച്ചി കൂട്ടാൻ എടുക്കുകയാണ് കേട്ടോ. പകർത്തി കൊണ്ടുപോകാന്ന് വെച്ചു. കാരണം ഇത് ബെഞ്ചുമ്പലേ ഈ ഉരുളി അങ്ങനെ തന്നെ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്കോ? നിങ്ങളും ഒരുക്കി ഒരുമിച്ച് കഴിക്കാം. അത്ര മതി, എനിക്ക് അത്ര മതി. വയറുടെ അമ്മയായിട്ട് എടുക്കണത്. അതെ, ബാക്കി ബീഫ് തട്ടാനായിരിക്കപ്പോ അതിരിക്കട്ടോ ചേച്ചി ചോറ്. ആ മതി. കുറച്ച് കൂട്ടാൻ വിളമ്പി ഇതായിരിക്കും. അത് തിരുമണി വിളമ്പിക്കോ, കുഴപ്പമില്ല.
പൊക്കോളൂ അല്ലേ? മതി. ഞാൻ പ്ലേറ്റ് എടുക്കാം എന്നിട്ടാ. ഇതിലേക്ക് വിളമ്പല്ലേ? ആ ചെറുേട്ടൻ പിന്നെ അതേ അകത്തുനിന്ന് പോയിട്ട് എടുത്തോണ്ട് പോകും. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ചെറുേട്ടാ? ചൂടല്ലേ? അല്ല ഞാൻ ചക്ക കഴിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇറച്ചി വയ്ക്കുമ്പോൾ ഞാൻ കഴിക്കാറ് ചക്ക കൂട്ടാൻ. ചക്ക കൂട്ടാൻ വേറെ ഇറച്ചി കൂട്ടാൻ വേറെ വെക്കും. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ അതേ മീൻ കൂട്ടാൻ എന്തിട്ടാ അതിൻ്റെ മുകളിൽ വയ്ക്കും. എൻ്റെ വീട്ടിലത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ചോറ് വയ്ക്കാറില്ല. ഉള്ളി വേറെ വയ്ക്കും, കൂട്ടാൻ വേറെ വയ്ക്കും, എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും. കഴിച്ചോണേക്കോ? രണ്ടും ഒരുമിച്ചിട്ട് വെക്കണത് ഞാൻ ഇവിടെ വന്നേ പിന്നെ കണ്ടു. കഴിക്കട്ടെ കേട്ടോ. അല്ല ചേട്ടൻ ചേച്ചി വായോ. എടുത്തോ. അതേ ഷൂട്ട് ചെയ്യാനായിട്ട് ജഗ്ഗുമില്ല, നിതിനില്ല. അപ്പോൾ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടൊക്കെ ചേർത്തിട്ടുള്ള ഷൂട്ടിങ്ങാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ കേട്ടാ. എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക. 6 മാങ്ങ തിന്നു. നല്ല സാധനം ഇവിടെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? മാങ്ങ പിന്നേലും കഴിച്ചൂടെ അല്ലേ? അല്ല ചേട്ടാ? അല്ല ഞാനാണെങ്കിൽ ഇന്ന് വേറെ തിന്നാനായിട്ട് വേറെ ഒന്നും ഇറക്കിയില്ല. നേരെ കിട്ടിയില്ലേ ചക്ക നന്നാക്കണ കാരണം. പിന്നെ കഴിക്കാനുള്ള നട്ട്സ് ഉണ്ട്. അതൊന്നും വേണ്ട. ചേച്ചി എവിടെ? ആ ഈ ഇല വേണ്ട. നല്ല വെക്കാൻ സ്ഥലം ചോറിന്റെ ആ അരിപ്പകലം മാറ്റിയാൽ മതി. വെറുതെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചോറും കൂടി കഴിക്കാനായിട്ട് ടേസ്റ്റ് ഇതാ. ചെറുേട്ടൻ ചോറിനല്ലേ, ചെറുേട്ടനുള്ള ദോശ ഇപ്പോൾ വരും. ചെറുേട്ടൻ വെയിറ്റ് ചെയ്യുക ദോശയ്ക്ക് വേണ്ടി. ദോശ വരുമ്പോഴേക്കും കൂട്ടാൻ കഴിയും തോന്നുന്നുണ്ട്. ഞാൻ തന്നെ വയറിറങ്ങു. ഞാൻ ചക്ക കൂട്ടാൻ അപ്പോൾ ചോറിനാറില്ല. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ 3 ട്രിപ്പാ ചോറിട്ടേട്ടാ. ഞാനതിലെ കണ്ണട ഊരി വെച്ചാണ് പെട്ടാമോടെ ഊരി വന്നിട്ട്. ഇതേ ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ. ചെറുേട്ടൻ എന്തേ ഉപ്പില്ലാത്ത ദോശ കൂട്ടിയിട്ടാണ് കഴിക്കണം. ഒട്ടുണ്ട് ചോറ് കൂട്ടി കഴിച്ചു നോക്കിയേ. അരിപ്പകല ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ടെംപ്റ്റേഷൻ വന്നു. ദോശ നീക്കി വെച്ചു. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ള കൂട്ടാൻ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. 2 റൗണ്ട് നടക്കണം ഇവിടെ ഗേറ്റിൻ്റെ അവിടെ തൊട്ട് വീട് വരെ. എന്നാലാ സെറ്റാവുള്ളൂ. സെറ്റാവല്ല, ഈർപ്പൂട്ടലൊന്നും കുറയണ്ടേ. അപ്പം മാങ്ങ വീഴുമ്പോൾ അതും കൂടി എടുത്ത് തിന്നും. ഞാൻ നിന്റെ ചേട്ടനാ